ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. റെസിപ്പി വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പുമാവൊന്ന് വേഗം തയ്യാറാക്കി നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു ബൗൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. ഇനി നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് റവ, അതായത് 1 പാക്കറ്റ് റവ ഞാനൊരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അലുമിനിയം കടായി എടുത്തിട്ടുണ്ട്. ഈ അലുമിനിയം കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരുന്ന അത്രയും ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറിക്കിട്ടണം, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുവോളം ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ ഇതും ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ശേഷം ഇതിലോട്ട് നമുക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകാതെ ആവശ്യമായ അളവിൽ ഞാൻ വീണ്ടും ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 5 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപ്പുമാവാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമ്മുടെ ചാനൽ തുടർന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കായി അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.